ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണേ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു മീൻ കറിയാണേ. മുളക് ചാറാണ് ഞാൻ ഇന്ന് വെക്കുന്നത്. പക്ഷെ നല്ല കൊഴുപ്പുള്ളൊരു നല്ല സൂപ്പർ മീൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാല റെഡിയാക്കി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി എടുത്തു. അതിനകത്തേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ സാദാ മുളക് പൊടി അതും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴയ്ക്കുക. കുഴച്ച് നല്ല പദം വരുത്തണം കേട്ടോ. എന്നാലാണ് ഈ കൂട്ട് നന്നായിട്ട് ആ മീനിലോട്ടൊന്ന് ചേരുള്ളൂ. അതിന് മുമ്പേ തന്നെ ഞാൻ മീനൊക്കെ ഒന്ന് വെട്ടിക്കഴുകി നല്ല ക്യൂബ് പോലെ വെട്ടിയെടുത്തേക്കുവാണ് കേട്ടോ. ഞാൻ ഒരു 5-10 പ്രാവശ്യമെങ്കിലും ഞാൻ കഴുകിയിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്തു. അതിനകത്ത് ചോരയൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം കഴുകി വൃത്തിയാക്കിയത് ഇതുപോലെ എടുക്കണം കേട്ടോ. എന്നിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മറിച്ച് അതിനകത്ത് നന്നായിട്ട് മിക്സായി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ചെയ്യണം കേട്ടോ. ഇതുപോലെ മുളകോ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ തേച്ച് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയോ ഇഞ്ചി ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം അരിഞ്ഞെടുക്കാം. അപ്പോഴത്തേക്ക് ഈ മസാല എല്ലാം ഇതുമായിട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ചാച്ചൻ ഇന്ന് വൈകുന്നേരം ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഞാൻ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഈ മീൻ കറിയിലേക്ക് എടുത്തിരിക്കുന്നത് നെയ്മീൻ പാര എന്ന് പറഞ്ഞിട്ടൊരു മീനാണ് കേട്ടോ. നല്ല സ്വാദുള്ളൊരു മീനാണിത്. ഒത്തിരി മുള്ളൊന്നും ഉണ്ടാവില്ല. കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതായിട്ട് ഇതിനകത്ത് മാംസം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മീൻ കറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മൺചട്ടി തന്നെ വെക്കണം. മൺചട്ടി തന്നെ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. അല്ലാതെ അലൂമിനിയം പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലോ ഒന്നും വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല. ഞാനെപ്പോഴും കുടംപുളി ഇട്ടിട്ടാണ് കേട്ടോ മീൻ കറി വെക്കാറ്. ഞാൻ അതുകൊണ്ട് ഒരു 10 മിനിറ്റ് മുമ്പ് ഈ കുടംപുളി ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിയെടുത്തു. കുടംപുളി തന്നെയല്ലേ നിങ്ങളുടെ നാട്ടിൽ പറയുക, മീൻപുളി. അതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ ഒരിക്കലും വാളംപുളി ഇടാറില്ല മീൻ കറിയിൽ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഞാനൊരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചു. ഇനി ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം. അതിലേക്ക് കുറച്ച് ഉലുവ പൊട്ടിച്ചു കൊടുക്കണേ. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒത്തിരി നേരം ഇട്ടേക്കരുത്, മൊരിഞ്ഞ് കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ഒരു സ്വാദ് കിട്ടത്തില്ല. അതിനകത്തേക്ക് നല്ല വേപ്പില അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ വേപ്പില വാടാനൊന്നും ഞാൻ നിന്നില്ല. അതിനകത്തേക്ക് നീളത്തിലരിഞ്ഞ ഇഞ്ചിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നീളത്തിലരിഞ്ഞ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ ഞാൻ നീളത്തിലരിഞ്ഞ ചുവന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം. നിങ്ങൾ മീൻകറി വയ്ക്കുമ്പോൾ എങ്ങനെയാണ് അരിയാറ്? നീളത്തിലാണോ വട്ടത്തിലാണോ? എൻ്റെ അമ്മ പണ്ടേ ഇതുപോലെ നീളത്തിലാണ് കേട്ടോ അരിയാറ്. ഞാൻ ഇതുപോലെ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറുതായിരുന്നപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും നീളത്തിലാണ് ഇങ്ങനെ അരിഞ്ഞ് വെക്കാറ്. പിന്നെ പച്ചവെള്ളവും കൂടിയും ചേർത്തു കേട്ടോ. ഒരു 2-3 പച്ചവെള്ളം മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. അതും കൂടി നീളത്തിലരിഞ്ഞത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. കാരണം പെട്ടെന്ന് വാടി വഴന്ന് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ ലേശം ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി കിടന്ന് നന്നായിട്ട് വാടി നല്ലതായിട്ട് ആവണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ തൊട്ടപ്പുറത്ത് മീൻ വറുക്കാനും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി അപ്പോഴത്തേക്ക് ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ഈ ഉള്ളിയും സവാളയല്ല, ഉള്ളിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയില്ലേ അത് വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്തേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാവും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൊരിച്ചെടുത്തു. അതിനകത്തേക്ക് ലേശം മുളക് പൊടി, സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ഈ മസാലയിലും കൂടി മുളകും മല്ലിയും മസാല പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണേ. അതല്ലെങ്കിൽ ഈ ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഒരുമാതിരി വെളുത്തിങ്ങനെ കിടക്കും. അപ്പോൾ കറിക്ക് ഒരു കളർ ഉണ്ടാകത്തില്ല. അതിന് വേണ്ടിയിട്ടാണേ. അപ്പം ഞാൻ ഒരു തക്കാളിയാണ് എടുത്തത്. അത് 4ആയിട്ട് കീറി വെച്ചും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. വലുതായിട്ടാണ് ഞാൻ കീറി വെച്ചേക്കുന്നത്, അല്ലാണ്ട് ചെറിയ കുനുകുനുവെന്ന് അരിഞ്ഞിട്ടില്ല. 4ആയിട്ട് അങ്ങ് കീറി വെച്ചേക്കുക. അതങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോഴാണെങ്കിൽ പെട്ടെന്ന് അതങ്ങ് അലന്നലന്ന് പോയിക്കോളും ഇങ്ങനെ ഇളക്കുമ്പോഴത്തേനും. പിന്നെ കുടംപുളി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുക. ആ വെള്ളത്തിലിട്ട വെള്ളം ഉണ്ടല്ലോ, കുടംപുളി നേരത്തെ കഴുകിയിട്ട് ഉണ്ടോ വെള്ളത്തിലിട്ട് വെക്കാൻ, ആ വെള്ളം കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ നേരത്തെ ചട്ടിയിലിട്ട് നമ്മൾ മസാല കൂട്ടിയില്ലേ, ആ ചട്ടി ഒന്ന് കഴുകി വെള്ളമായിരുന്നു അത് ഞാൻ ചേർത്ത് കൊടുത്തത്. അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വെള്ളം പറ്റിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് മസാല നല്ല സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ. ഉപ്പൊക്കെ ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം.
ഇതുപോലെ മസാല ആക്കി വെച്ചിട്ട് നിങ്ങൾ പുറത്തോട്ടൊന്ന് പോയത് കേട്ടോ, അടി പിടിച്ചു പോകും. ചട്ടിയിൽ എപ്പോഴും അടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചട്ടി പിന്നെ കൊള്ളത്തില്ല. ഞാൻ ഈ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് എങ്ങോട്ടും പോകത്തില്ല, ഇവിടെ തന്നെ നോക്കിക്കൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ തിളച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കി കറക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്യൂബായിട്ട് വെച്ചിരുന്ന ആ മീൻ അങ്ങ് പറക്കി പറക്കി ഇട്ട് കൊടുക്കുവാണേ. ഇപ്പം ഇതിനകത്ത് വെള്ളം കുറവുള്ളതെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ ഈ മീനിൽ കുറച്ച് വെള്ളമുണ്ട്, അതും കൂടി ഇതിനകത്തിട്ട് ഇറങ്ങിക്കോളും. പിന്നെ നമുക്ക് ഈ ഒരു പരുവത്തിൽ നമുക്ക് എത്രത്തോളം വെള്ളം ഇതിനകത്ത് ചേർക്കണം എന്ന് മനസ്സിലാകത്തുള്ളൂ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട്. കുറച്ച് വെന്തിട്ട് ഇളക്കി കൊടുക്കാൻ തന്നു കഴിഞ്ഞാൽ ഈ മീനൊക്കെ അങ്ങ് പൊടിഞ്ഞ് പോവും. അപ്പം നമ്മൾ ഇപ്പം തന്നെ ഇളക്കാനുള്ളതൊക്കെ ഇപ്പം തന്നെ ഇളക്കി മറിച്ച് വൃത്തിയാക്കി കൊടുത്തേക്കണം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എത്ര ചാറാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് വേണേൽ വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി എത്രത്തോളം വെള്ളം വേണോ അതെല്ലാം ചേർത്ത് പാകപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് വരെ അടച്ച് വെച്ച് വേവിച്ചിട്ടോ. അപ്പോൾ ഏകദേശം ഇതുപോലെ തിള വന്നു. അതിനുശേഷം ഞാൻ പൊക്കി നോക്കിയതാ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ വലിയ തവയോളൊന്നും ഇട്ട് ഇതിനകത്തിട്ട് ഇളക്കരുത്. ഞാൻ ചെറിയൊരു സ്പൂൺ ഇട്ടിട്ടോ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാരണം വെള്ളം പാകമാണോ, അടി കത്ത് പിടിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് നോക്കണം. ഇനി ഞാൻ കുറച്ചെടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ. സാധാരണ എൻ്റെ ഒഫീഷ്യൽ ടേസ്റ്റർ ചാച്ചനാണ്. ഞാൻ എന്ത് കറി വെച്ചാലും ഞാൻ അങ്ങനെ ഉപ്പ് നോക്കാറൊന്നുമില്ല. ഇപ്പോഴാണ് ഞാനൊന്ന് ഉപ്പ് നോക്കിയൊക്കെ തുടങ്ങുന്നത്. സാധാരണ ഞാൻ എന്ത് സാധനം വെച്ചാലും ചാച്ചനാണ് ഫസ്റ്റ് കൊടുക്കാറ്. ചാച്ചനാണ് പറയുന്നത് കൊള്ളാവോ അല്ലയോ എന്നൊക്കെ. ചാച്ചനും കൊടുത്തു. ആൾ പറഞ്ഞു നല്ല സൂപ്പറാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇച്ചിരി കൂടി ഒന്ന് ചാറ് വറ്റിക്കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് നേരം കൂടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടോ. അതിന് ശേഷം ഇപ്പം ഞാൻ ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മൂപ്പിച്ചൊഴിക്കാൻ വിചാരിച്ചു. കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ പാനിൽ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ചുവന്നുള്ളി അങ്ങ് ഇട്ടു. എന്നിട്ട് വട്ടത്തിലരിഞ്ഞ ചുവന്നുള്ളിയാണ് കേട്ടോ ഈ പ്രാവശ്യം എടുക്കുന്നത്. മൂപ്പിച്ചൊഴിക്കാനൊക്കെ നമ്മൾ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കാറ് സാധാരണ. അതും കൂടി ഇട്ട് നല്ല സ്വർണ്ണ കളറായി കഴിഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് കമത്തി. അതിന് ശേഷം കുറച്ച് ചാറും കൂടി ആ ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് ആ പാനിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഇതിലിട്ട് തന്നെ തിരിച്ചൊഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാനൊക്കെ. അപ്പം ഈ മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണേ. എന്ത് ദശയുള്ള മീനാണെങ്കിലും ഇതുപോലെ മീൻകറി വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.